സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു മീഡിയ പ്രഷർ ഉണ്ടാവും. എക്സൈസും പോലീസും സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി അവരോട് ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാവില്ല, സ്വന്തമായി പ്രവർത്തിച്ചോളാം പറഞ്ഞിരിക്കുന്നത്. നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ PhD തീസ് പോലെ ഒരു പ്രബന്ധം തയ്യാറാക്കി നമ്മുടെ റിസർച്ച് ടീം നമ്മുടെ കൂടെ ഉണ്ട്. അവര് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട്. നമ്മൾ ഈ പ്രക്ഷേപിക്കുന്ന മാത്രമല്ല, എന്നിട്ട് നമ്മളൊരു 45-ാമത്തെ 30 ദിവസം കൊണ്ട് ഇത് അവസാനിക്കും. 45-ാം ദിവസം റിപ്പോർട്ട്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്, കേരളത്തിന് ഒരു അൺലേൺ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പുറത്ത് കാണുന്ന കേരളമല്ല അകത്ത് കാണുന്ന കേരളം എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പ്രബന്ധം നമ്മൾ മുഖ്യമന്ത്രി സമർപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ഈ സ്മിത ഹരിദാസിന് ഒരു ഭ്രാന്തുണ്ട് കവിതയിൽ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു സംഭവം അയച്ചിരിക്കുകയാണ്. അനൂപ്, പ്രകൃതി തൻ മടിയിൽ പിറന്നതല്ലോ പാരിൻ അഭിമാനമാ മനുഷ്യഗണങ്ങൾ, നാം കാട്ടിക്കൂട്ടുന്നതോ പരാക്രമം. കറക്റ്റ് കാര്യമല്ലേ? അപ്പൊ ഇനി അവൻ നമ്മുടെ സങ്കടകരമായ കാര്യം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളെയാണ് MDMA പോലുള്ള സ്വാധീനം. നമ്മൾ പോയ പള്ളിക്കൂടങ്ങളിലൊക്കെ തന്നെ ഈ മേധാവിമാർ രഹസ്യമായിട്ട് നമ്മോട് പറയുന്നത് ഇവിടെ ഇത്ര കുട്ടികൾക്ക് MDMA അഡിക്ഷൻ ഉണ്ട്. MDMA എന്ന് പറഞ്ഞാൽ അടപ്പ് തെറിച്ചു പോകുന്ന കാര്യമാണ്. നമ്മുടെ സിനിമയിലൊക്കെ ചില ആളുകൾ ബുദ്ധിക്ക് വികാസം സംഭവിക്കുമെന്ന് പറഞ്ഞ് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവതയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് തന്നെ ഒരു നടൻ പറഞ്ഞു അയാളുടെ ഏറ്റവും നല്ല അഭിനയം പുറത്തു വന്നതെല്ലാം നല്ല കഞ്ചാവ് അടിച്ചപ്പോഴാണെന്ന്. എവിടെ? ഓക്കെ, വെറുതെ പറയുന്നതാണ്. മണ്ടത്തരം എന്ന് മാത്രമല്ല, സമൂഹത്തിൽ പടരുന്ന തെറ്റായ കാഴ്ചപ്പാടുകളിലൊന്ന് ഇത് ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന തരത്തിൽ ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റായ ധാരണ വെച്ച് പുലർത്തിയാണ്. അതായത് മദ്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചതിനേക്കാൾ അല്ല ഇത് സുരക്ഷിതമാണ് എന്നുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തുന്നത്. സത്യത്തിൽ ഇത് നമ്മളുടെ ബോഡിയുടെ സർവ്വഭാഗങ്ങളെയും ഒരേപോലെ ബാധിക്കുന്നതും നമ്മുടെ സർഗാത്മകതയെയും ബുദ്ധിയെയും ഒക്കെ ബാധിക്കുന്നതും നേർസിസ്റ്റത്തെ കഠിനമായി ബാധിക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് തിരിച്ചറിയാതെ നമ്മുടെ കുട്ടികൾ വളരെ തെറ്റായ വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതിന്റെ കണ്ണികളാവുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു സമൂഹം പടർത്തുന്നത്. അതായത് പണം ഉണ്ടാക്കിയാൽ, ഏത് വഴിയിലൂടെയും പണം ഉണ്ടാക്കിയാൽ നീ സ്വീകാര്യനാവും എന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശം സമൂഹം കൊടുത്തതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കണ്ണികളാവാൻ കുട്ടികൾ കണ്ടുപിടിച്ചു. പണമില്ലാത്തവൻ പിണം അല്ലേ, നാണം കിട്ടും പണം ഉണ്ടാക്കിയ നാണക്കട പണം തീർത്തോളും, എന്തെല്ലാം പരിപാടികൾ നമ്മൾ കണ്ടുപിടിച്ചതിനായിട്ട്. അപ്പോ അത് സമൂഹത്തിൽ ഉണ്ടാവേണ്ട നമ്മൾ മാന്യമായി ജീവിക്കണം, പണം ഉണ്ടാക്കണം, പക്ഷെ അത് മാന്യമായ മാർഗത്തിലൂടെയും സമൂഹത്തിന്. അതെ, ഇന്നലെ തന്നെ ഒരു ജഡ്ജിന്റെ അതും തന്നെ ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡിനൊന്നും പോകത്തില്ലല്ലോ. ജഡ്ജിന്റെ ഭാഗ്യദോഷത്തിന് വീടിന് തീ പിടിച്ചപ്പോഴേ ഒരു മുറി നിറച്ചു പണം. എത്രയോ കേസുകൾ വെറുതെ വിട്ടിട്ടുണ്ടാവും. ഞാൻ ആലോചിക്കുക ഈ ജഡ്ജിമാർക്കൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. കാര്യം ഇവരുടെ മുന്നിലെ നീതിക്ക് വേണ്ടി നമ്മൾ പോയി നിൽക്കുന്നത്. കാര്യം ഇനിയിപ്പോ പ്രശ്നം എന്താ പറയുക, ആ വീടിന് തീ പിടിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ദൃശ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് നമ്മൾ പ്രതിയായിട്ട് നിൽക്കുമ്പോൾ മിക്കവാറും ഈ ജഡ്ജിയുടെ വീടിന് തീ പിടിച്ചാൽ മാത്രമേ വിവരം അറിയാൻ പറ്റൂ എന്നൊരു തോന്നൽ നമുക്ക് കിട്ടും. തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ, അതായത് പണമാണ് എല്ലാത്തിന്റെയും ആധികാരികത എന്ന് പറയുന്നത്. പണം മാത്രമല്ലല്ലോ, മനസ്സിലാവും. ജീവിത മൂല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അന്തസ്സോടുകൂടി പണം ഉണ്ടാക്കി സമൂഹത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പണം ഉണ്ടാക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കുക കൂടി ചെയ്യേണ്ടത് ഉത്തരവാദിത്വം സമൂഹത്തിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതും ഈ ലഹരിയുടെ കണ്ണിയോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ്. ലഹരിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വീണ്ടും കുട്ടികളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇത് ശരീരത്തിന് നിങ്ങളുടെ മൊത്തം ജീവിതത്തെ തകർത്ത് കളയുന്ന ഒന്നാണ് എന്ന ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ നിരന്തരം കൊണ്ടാവേണ്ടത്. ഒരു ചായ കഴിച്ചിട്ട് പോയാലോ? തീർച്ചയായിട്ടും, ഒരു ചായ കഴിച്ച് അടുത്ത പുസ്തകം. മോളെ എന്താ പേര് മോളെ? ആരാധ്യ. ഓ, ആരാധ്യ, എന്താ സൂപ്പർ പേരാ മോളെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? മോളിന്ന് അമ്പലത്തിൽ പോയോ? കുറിയെ കിട്ടല്ലോ? പാട്ടൊക്കെ പാടുവോ? ഇല്ല. ഞങ്ങളുടെ പരിപാടി കാണാറുണ്ടോ 24-ന്റെ? നമ്മൾ എന്തും തുടങ്ങുന്നത് ഈ കൊച്ചുകുട്ടികളിൽ നിന്നാണെന്നാണല്ലോ ഭാവിയുടെ വാഗ്ദാനം. അപ്പൊ വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതണോ എന്നുള്ളതാ. അപ്പൊ ഈ മോളൊക്കെ ആവട്ടെ, നമുക്ക് ഒരുപാട് നല്ല സന്ദേശങ്ങൾ കേട്ടോ. നല്ല മിടുക്കി കുട്ടിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടുമായിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ നടത്തിയൊരു യാത്രയാണ്. 14 ജില്ലകളിലൂടെ നമ്മൾ നടത്തുന്ന യാത്രയാണിത്. നമ്മൾ 30 ദിവസം നീളുന്ന യാത്ര. കേരളത്തിൽ MDMA പോലെ മാരകമായ രാസലഹരി പ്രചരിക്കുന്നു എന്ന് തോന്നിയപ്പോഴും വാർത്താ മുറികളിൽ നിന്ന് കൊലപാതകത്തിന്റെ എണ്ണം പെരുക്കുമ്പോൾ ഒരു ദിവസം 3 മണിക്കൂറിൽ 11 കൊലപാതകമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് താങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത കൊലപാതകം അനുജ അവതരിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൊലപാതകങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് മലയാളി തിരിയുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ എല്ലാം പിന്നിൽ MDMA പോലുള്ള രാസലഹരിയുണ്ട്. അപ്പോൾ
ഞങ്ങളിപ്പോൾ ഇത് 6ാം ദിവസമാണ്. 5 ദിവസം അന്വേഷണം നമുക്ക് മനസ്സിലായത് നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ചെറിയ മൂല മാത്രമാണ്. ഇത് വളരെ വളരെ അപകടം പിടിച്ചു. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ തന്നെ MDMA കടന്നു കയറിയത്. എൻ്റെ വീട്ടിൽ വരത്തില്ല, എൻ്റെ കുട്ടികളെല്ലാം നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എൻ്റെ നിൻ്റെതൊന്നുമില്ല. മാത്രമല്ല എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നമ്മൾ ആ കോവിഡ് കാലത്ത് അടച്ചിട്ടൊരു വാതിലുണ്ടല്ലോ നമ്മുടെ അയൽവാസി കാണാതിരിക്കാൻ വേണ്ടി, അത് തുറന്നിടണം. അയൽവാസിയോട് സംസാരിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ബാക്കിയാകുന്നു.